തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഇവളെന്തോ ദുരുദ്ദേശത്തോടെ കാരിയറും തൂക്കി പോയത്. ഇനി ഇവള് ഭക്ഷണത്തിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവോന്നാ? അത് ചാരു ചേച്ചിയുടെ പണിയല്ല, അമ്മയുടെ പണിയാ. ചേച്ചി മനസ്സുകൊണ്ട് പോലും അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. എടി അനു, നിനക്ക് ചാരു സ്നേഹം ഇത്തിരി കൂടുതലാ. അവളുടെ സ്വഭാവം നിനക്ക് അറിയാഞ്ഞിട്ടാ. അതറിയുമ്പോ നീ പഠിച്ചോളൂ. ചാരു ചേച്ചിയുടെ സ്വഭാവം മനസ്സിലാക്കേണ്ടത് ഞാനല്ല, നിങ്ങളാ. ഡി കാവാലത്ത് മാഡം ഒരു ഇൻസ്പെക്ഷന് വരുന്നുണ്ട്. നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാം. ഓഫീസിൽ പോവാന്ന് വെച്ചാ ആ ആകാശം ഉണ്ടാവും അവിടെ, അതൊരു പാരയാവും. അതുകൊണ്ടല്ലേടാ നമ്മൾ മാഡത്തെ കാണുന്നത് പുറത്തു വെച്ചാക്കാമെന്ന് തീരുമാനിച്ചത്. അവിടെ ആകുമ്പോൾ ആകാശം ഉണ്ടാവില്ല, കുണിക്കച്ചവടക്കാരിയുടെ ശല്യവും ഉണ്ടാവും. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മേഡത്തോട് സംസാരിച്ചാൽ മതി. സമാധാനപ്പെടാ, അതിലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നീ വണ്ടി വിട്. നിർത്തിക്കോ. ആ ദേ, ഈ കാണുന്ന വീട്ടിലാ ശ്രേയ മാഡം ഇൻസ്പെക്ഷന് വരുന്നത്. മാഡം എപ്പെത്തുന്നാ പറഞ്ഞേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ മുമ്പേ വിളിച്ചപ്പോ പറഞ്ഞത്. മാവാ, ആ നിൽപ്പ് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടല്ലോ. കൂടെയുള്ളത് ശാന്തപ്പനല്ലേ? ഇനി എന്തൊക്കെയാണോ ഒപ്പിച്ചു വെക്കാൻ പോകുന്നത്? വന്നു. ആ ഇറങ്ങിക്കേ. നമസ്കാരം. ഇപ്പോഴാ മനസ്സിലായത്. ഭാര്യയെ കാണാൻ കാത്തു നിന്ന അമ്മവാ. എടാ ചെല്ലടാ, ചെല്ല്. ചെല്ലോ. നിനക്ക് പേടിയുണ്ടോടാ? മേഡന്റെ ഭാര്യയില്ലേ, ഞാനെന്തിനു പേടിക്കണം? ആ എന്നാ ചെല്ല്. ആ മേഡം, മേഡം എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കാനില്ല. മേഡം കേൾക്കണം, കേട്ടേ പറ്റൂ. മിസ്റ്റർ, നിങ്ങളോടല്ലേ പറഞ്ഞ എനിക്കൊന്നും കേൾക്കാനില്ലെന്ന്? ഗെറ്റ് ലോസ്റ്റ്. പ്ലീസ് മേഡം, ഒരു 5 മിനിറ്റ്. ഹലോ, ഞാൻ ഡ്യൂട്ടിയിലാ. ഇവിടെ എന്നെ ശല്യം ചെയ്യരുത്. മേഡം പറഞ്ഞ കേട്ടില്ലേ? മാറി നിൽക്ക്. ചേട്ടാ വണ്ടി ഒന്ന് നിർത്തോ. ഇവിടെ. മേഡം ഞാൻ കാല് പിടിക്കാം, ഒരു 5 മിനിറ്റ് പ്ലീസ്. പ്ലീസ് മിസ്റ്റർ, മേഡം. എന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ പോലീസിനെ വിളിക്കേണ്ടി വരും. പിന്നെന്താ ഉണ്ടാവുമെന്ന് അറിയാലോ. പോലീസിനെ വിളിക്കട്ടെ മാഡം? ഒരു 5 മിനിറ്റ് മേഡം, പ്ലീസ്. അരവിന്ദേട്ടാ, മാഡം പറഞ്ഞില്ല ഡ്യൂട്ടിയിലാണെന്ന്. പ്ലീസ് ഇപ്പൊ പോവാൻ നോക്ക്. എവിടെ ചെന്നാലും ഇടങ്കോലിടാൻ വന്ന് കീർക്കൊള്ളും. അരവിന്ദേട്ടാ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ മിണ്ട പോകുന്നുണ്ടോ? എന്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാ? ഇൻസ്പെക്ഷൻ പോസ്റ്റ്പോൺ ചെയ്തേക്ക്. മേഡം, മേഡം ഓടി എന്റെ മുമ്പിൽ നിന്ന് പോവാൻ.
പോവാന്നോ